യൂസ്ഡ് ടു എന്നുള്ളത് നമ്മുടെ പാസ്റ്റ് ഹാബിറ്റ്സിനെയും അതുപോലെ നമ്മുടെ പാസ്റ്റ് സ്റ്റേറ്റിനെയും കുറിച്ച് എങ്ങനെ പറയാം എന്നുള്ളതാണ്. പാസ്റ്റ് ഹാബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻപ് നമുക്കുണ്ടായിരുന്ന ശീലങ്ങളെക്കുറിച്ചും, പാസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുൻപത്തെ ഒരു അവസ്ഥയെക്കുറിച്ച് പറയുമ്പോഴും നമുക്ക് യൂസ്ഡ് ടു യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഷീ യൂസ് ടു ഹാവ് ഫ്രണ്ട്സ്. അവൾക്ക് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. സോ അത് അവളുടെ ഒരു പാസ്റ്റ് സ്റ്റേറ്റിനെ കുറിച്ചാണ്. ഐ യൂസ് ടു ലിവ് ഇൻ കൊച്ചി. കൊച്ചിയിൽ ജീവിച്ചിരുന്നു. സോ അതും എൻ്റെ ഒരു പാസ്റ്റ് സ്റ്റേറ്റ് ആണ്. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ഒരു പാസ്റ്റ് ഹാബിറ്റിനെ കുറിച്ച് എങ്ങനെ പറയാം എന്നുള്ളത് നോക്കാം. ഐ യൂസ് ടു പെയിൻറ്റ്, അല്ലെങ്കിൽ ഐ യൂസ് ടു ക്ലൈംബ് ദ ട്രീ. ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ യൂസ്ഡ് ടു വെച്ചൊരു കാര്യം പറയുമ്പം അത് പാസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. ദാറ്റ് മീൻസ് ഇപ്പോൾ വി ആർ നോട്ട് ഡൂയിങ് ഇറ്റ്. ഓക്കെ, നമ്മൾ ആ കാര്യം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നില്ല, നമ്മളിപ്പോൾ ആ ഒരു സ്റ്റേറ്റിലല്ല എങ്കിൽ മാത്രമാണ് ഐ യൂസ്ഡ് ടു, അല്ലെങ്കിൽ ദേ യൂസ്ഡ് ടു, അല്ലെങ്കിൽ ഷീ യൂസ്ഡ് ടു ഡു ദാറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയേണ്ടത്. ദാറ്റ് മീൻസ് അന്ന് ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ അന്ന് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. നമ്മുടെ വെക്കേഷൻ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിലോട്ട് ഇപ്പോഴും അഡ്മിഷൻസ് ഓപ്പൺ ആണ്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ടു ജോയിൻ, പ്ലീസ് ടു കണക്ട് വിത്ത് us. താങ്ക് യു സോ മച്ച്.